അയാളുടെ പുരുഷത്വം ഒരു ഗുഹയിലേക്ക് കയറിയെന്ന് മാത്രം ബെന്യാമിൻ എഴുതിയുള്ളൂ. കുറ്റബോധം ഉണ്ടാകാൻ വിദ്യാഭ്യാസം വേണ്ട, 5ാം ക്ലാസ് മതി. ചിലപ്പോൾ അയാൾ ഭ്രാന്തനാവാം, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാം. ഇപ്പം നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് ഞാൻ അധികം എനിക്കത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം അതൊരു സംസാരിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇല്ലാത്ത കാര്യം ഇപ്പം വീണ്ടും പറയേണ്ട കാര്യമില്ല. അത് അബദ്ധത്തിൽ ബെന്യാമിൻ പറഞ്ഞ ചില വാക്കുകളെ പിടിച്ചിട്ടായിരിക്കാം. ഇത് പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ഇതില്ലായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സീൻ വേണമെന്നുള്ളത് നമ്മളുടെ ഒരു ടീമിൽ ഒരു ശക്തമായ ഡിബേറ്റ് നടന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വേണമെന്ന് പറയുന്നവരായിരുന്നു എല്ലാവരും, ഒരുതപ്പെട്ടവരൊക്കെ. പക്ഷെങ്കിൽ ഞാൻ വളരെ തുടക്കം മുതൽ തന്നെ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. അത് 2 കാര്യത്തിലാണെന്ന് വെച്ചാൽ അയാളുടെ പുരുഷത്വം ഒരു ഗുഹയിലേക്ക് കയറിയെന്ന് മാത്രം ബെന്യാമിൻ എഴുതിയുള്ളൂ. പക്ഷെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി, ഒരു വിഷ്വലി അങ്ങനെ എഴുതി കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുണ്ടാക്കാം. പക്ഷെ അതിന് നമുക്ക് വേണമെങ്കിൽ ഷോട്ടുകളൊക്കെ നമുക്ക് അതിനെ പ്ലാൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നായിരിക്കാം. പക്ഷെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല, ഇത് കഴിഞ്ഞാൽ അടുത്ത സീൻ എന്താ? അടുത്ത സീനിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നില്ല. അതാണ് പുസ്തകത്തിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നില്ല. ഇപ്പം ഇങ്ങനെ ഒരു ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അതും അയാൾ സ്ഥിരമായി ചെയ്യുന്നതല്ല, ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉണ്ടായ മൊമെൻ്റ് സംഭവിച്ചു പോയ നെക്സ്റ്റ് എന്തായിരിക്കും? പിന്നെ നമ്മൾ നജീബിൻ്റെ കൂടെ നിൽക്കില്ലല്ലോ. നമ്മൾ നജീബിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് മാത്രമല്ല, ഞാൻ അതുവരെ അയാളെ കൊണ്ടുവന്നിരിക്കുന്ന അയാളുടെ സൈന്യവുമായിട്ടും ഉമ്മയുമായിട്ടും അയാളുടെ ഓർമ്മകളിലൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അത് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ പോലും അത് പോട്ടെ. എന്നാലും ഈയൊക്കെ ഉണ്ടാകുന്ന ഒരു അതിന് വലിയ കുറ്റബോധം ഉണ്ടാകാൻ വിദ്യാഭ്യാസം വേണ്ട, 5ാം ക്ലാസ് മതി. അപ്പം ഈയൊക്കെ ഉണ്ടാകുന്ന അയാൾ ചെയ്തത്, അയാളുടെ ഒരു ശരിതെറ്റിക്കൂടെയാണ് അയാൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു അത്തരത്തിൽ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അയാൾ വന്നിരിക്കുന്നത്. അയാളുടെ മതം പഠിപ്പിക്കുന്നത് അതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരിടത്തു നിന്ന് അയാൾ അത്തരം ഒരു പ്രക്രിയയിലേക്ക്, പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന വലിയൊരു ട്രോമയുണ്ട്. അത് ചിലപ്പോൾ അയാൾ ഭ്രാന്തനാവാം, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാം. ഇങ്ങനെയൊക്കെ പിന്നീട് ഉണ്ടാകുന്ന എന്താണേലും നെക്സ്റ്റ് ഡേ അയാളെക്കുറിച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഞാൻ വർക്ക് ചെയ്യും? ഇതുവരെ പറഞ്ഞിട്ടുള്ള സീനിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ ആർഗ്യുമെൻ്റ് അത് തന്നെ. അങ്ങനെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ആടുജീവിതം വേറെ ആയിരിക്കും, ഈ പുസ്തകമേ ആയിരിക്കത്തില്ല. അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി സാറിന് ആദ്യമേ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത് ആര് സൃഷ്ടിച്ച കഥാപാത്രമാണെങ്കിലും ഒരു സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് ഇത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ ഈ ആൾ എന്നിൽ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പം ഈ ആൾക്ക് ഇന്നതേ പറയാൻ പറ്റത്തുള്ളൂ.